ഒഴുകിയെത്തിയ മുഴുവൻ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തും വരെ തിരച്ചിൽ തുടരുമെന്ന് മന്ത്രി പി പ്രസാദ്. ഹെലികോപ്റ്റർ, മണ്ണിനടിയിൽ തിരച്ചിൽ നടത്താനുള്ള ആധുനിക യന്ത്ര സൗകര്യങ്ങൾ എന്നിവയും ഇവിടെ ലഭ്യമാക്കും. ആവശ്യമായ ഭാഗങ്ങളിൽ നിന്ന് ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തുന്നുണ്ട്. ഇതിനായി അയൽ സംസ്ഥാനങ്ങളുടെയും സഹകരണം ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. രണ്ട് ജില്ലകളുടെ ഏകോപനം വേണം എന്ന കാര്യം പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഇന്ന് ഉയർന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടി ബന്ധപ്പെട്ട ആളുകളൊക്കെ അറിയിക്കാം. അതിൻ്റെ ഒരു ഏകോപനമുണ്ട്. നമുക്ക് ഇതിനകം ഡോഗ്സിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ ഡോഗ്സിനെ കുറിച്ചാണ് സാറ് പറയുന്നത്. നമുക്ക് കേരളത്തിന് പുറത്തു നിന്നുള്ള അത്തരം ഡോഗ്സിന്റെ സഹായങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി വയനാട്ടിൽ ഇന്നലെ ഞങ്ങൾ അടിയന്തരമായി ആലോചിക്കുകയും ചിലയിടത്ത് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അമ്പാട്ട് പഞ്ചായത്ത് എന്ന് പറഞ്ഞതുപോലെ മരങ്ങൾ വന്നടിഞ്ഞതിനിടയിൽ അടിയിൽ ബോഡി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് നോക്കേണ്ടതുണ്ട്. ഇതാണ് പൊതുവിൽ നിങ്ങളോട് വന്ന് പറഞ്ഞിട്ടുള്ള പോത്തുകൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞത് അവിടെ മണ്ണിനടിയിൽ ബോഡി ഉണ്ടാവും എന്നുള്ള കാര്യം തന്നെയാണ്. നമുക്കത് തീർച്ചയായിട്ടും അത് പരിശോധിക്കാം. സ്മെല്ലൊക്കെ വരുന്നതിന് വേണ്ടി തന്നെ ആളുകൾ ആ സംശയം ഉന്നയിക്കുന്നുണ്ടാവും. അവിടങ്ങളിൽ ഇനി ബോഡി ഒന്നുമില്ല അല്ലെങ്കിൽ ബോഡി പാർട്സും ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നത് വഴിയും നമുക്ക് ആ പരിശോധനകൾ മുമ്പോട്ട് കൊണ്ടുപോകാം.